ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചരി കൊണ്ടൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഈ കഴുകിയ പച്ചരിയിലേക്ക് പച്ചരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഊറ്റിയിട്ട് നമുക്ക് ഇതേപോലെ വാരിയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 4 മണി ചായക്കൊപ്പമൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പച്ചരി മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വളരെ കുഞ്ഞു തരികളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ആ അരച്ച മാവ് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാകും. ആ രീതിയിൽ വേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം അരച്ചാൽ മതി. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3.5 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മെൽറ്റായിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി കയ്യിലില്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. മാവ് അരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 ഏലക്ക ചേർത്ത് അരച്ചാലും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് മിക്സ് ആക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി നമ്മൾ നല്ല തിളച്ച ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇത് തിളച്ച അതേ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് പെട്ടെന്ന് കട്ടൗത്തി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. തിളച്ച ശർക്കര പാനി ഒഴിച്ച ഉടനെ തന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ സുഖമാണ് പറഞ്ഞത് ഇതാണ്. ഇങ്ങനെ ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിസ്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും വിസ്ക് കൊണ്ടാണെങ്കിൽ. അപ്പോൾ അത് ഇതേപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അപ്പസോഡ ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് അപ്പസോഡ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ 10 ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതും കൂടി ഒന്ന് നെയ്യിലും വെളിച്ചെണ്ണയും കൂടി മിക്സാക്കി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ, ഇതാണ് മാവിൻ്റെ ഒരു പരുവം. ഇപ്പം നമ്മൾ ശർക്കര പാനി കൂടെ ചേർത്തപ്പോൾ അത്യാവശ്യം ലൂസായി വന്നിട്ടുണ്ട്. ആ രീതിയിലായിരിക്കണം വേണ്ടത്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു അപ്പച്ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആദ്യത്തെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഹൈ ഫ്ലെയിമിൽ ഇടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതിങ്ങനെ അടച്ചു കൊടുക്കുന്ന സമയം അപ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി അടിപൊളിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. എന്നാലും എനിക്ക് ഈ ഒരു ഭാഗം ഒന്ന് മുരിയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് മറിച്ചിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി മാത്രമാണ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതെ, 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലും അടിയിൽ ഒട്ടിപ്പിടിക്കാത്ത ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഇതിപ്പോൾ ദാ ഇത് രണ്ടാമത്തതും ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കുഞ്ഞി കൽത്തപ്പമാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ കണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു അപ്പമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.